ഹായ് ബഡീസ്, വെൽക്കം ബാക്ക്. ആൻഡ് എനിക്ക് കുറേ എൻക്വയറീസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, യൂട്യൂബിൽ അത്ര ഫോളോവേഴ്സ് ഒന്നുമില്ലല്ലോ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് എപ്പോഴും ഈവൻ എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ദേ യൂസ് ടു ആസ്ക് മീ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈ കോമ്പിനേഷൻ സ്കിൻ കെയറിൻ്റെ റുട്ടീൻ എങ്ങനെ ഫോളോ ചെയ്യാം. അപ്പോൾ വെൽക്കം ബാക്ക്. ഫസ്റ്റ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി പറഞ്ഞുതരാം. എനിക്ക് ഭയങ്കര ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എക്സ്ട്രീം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ല, പക്ഷേ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അൺഈവൻ സ്കിൻ ടോൺ ആയിരുന്നു. ബിക്കോസ് ഞാനൊരു സ്പോർട്സ് അത്ലീറ്റ് ആയിരുന്നു. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ സൂര്യൻ്റെ കീഴിൽ പോയി നിന്ന് സൂര്യ നമസ്കാരം ചെയ്യണം. സൂര്യ നമസ്കാരമല്ല, ഫുൾ ടൈം സൂര്യൻ്റെ കീഴിലായിരുന്നുകൊണ്ട് ഡയറക്റ്റ് സൺ എക്സ്പോഷ്യർ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഫുഡ്, വാട്ടർ, ലൈക്ക് ഇതൊക്കെ പ്രോപ്പർ ആണെങ്കിലും സ്കിൻ ബാരിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് ഡ്രിങ്ക് വാട്ടർ, ഈറ്റ് ഫുഡ് പ്രോപ്പർലി. ഈറ്റ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് നല്ല നല്ല ഫ്രൂട്ട്സ് ഉണ്ട്. നോക്കുമ്പോൾ പൊമഗ്രനേറ്റ്, പിന്നെ ക്യാരറ്റ്, എസ്പെഷ്യലി പൊമഗ്രനേറ്റ് ആൻഡ് ക്യാരറ്റ്, ലൈക്ക് നിങ്ങൾ ജ്യൂസ് ചെയ്ത് കുടിക്കുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് പറയുക, കഴിക്കുക. ഡെയിലി ഒരെണ്ണെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ്. ടു ബി ഹോണസ്റ്റ് ഞാൻ പറയുകയാണ്, ഇറ്റ് വിൽ ഹെൽപ്പ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, പ്രോപ്പർ ക്ലെൻസിങ്. ഞാൻ എൻ്റെ ക്ലെൻസർ സ്വിച്ച് ചെയ്ത് മടുത്ത ഒരാളാണ്. ഞാൻ സിമ്പിൾ യൂസ് ചെയ്തു, എനിക്ക് ആക്നെ വന്നു. ഞാൻ എന്താ പറയുക, മറ്റേ ഡോക്ടർ ഷെത്ത് യൂസ് ചെയ്തു, പ്ലം യൂസ് ചെയ്തു. ഞാൻ യൂസ് ചെയ്യാത്ത ഫേസ് വാഷ് ഇല്ല ആക്ച്വലി. ബട്ട് ദ ബെസ്റ്റ് ഫേസ് വാഷ് ദാറ്റ് ഐ എവർ യൂസ്ഡ് ഈസ് സെറ്റാഫിൽ. ഇത് നിങ്ങൾ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ഗോ ഫോർ ഇറ്റ് ഗേൾസ്, ഗോ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് എന്തായാലും യൂസ് ഉണ്ടാവും. സോ സെറ്റാഫിലിന് ശേഷം നിങ്ങൾക്ക് ഇനി ക്ലെൻസറിൽ ഇനിയിപ്പോൾ സെക്കൻഡ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ പറയുകയാണെങ്കിൽ എത്തിഗ്ലോ ഇസ് ഗുഡ്. ദിസ് ടു. അതർ ദാൻ ദാറ്റ് നോ മോർ ഓപ്ഷൻസ് ലെഫ്റ്റ് ഫോർ മീ. നെക്സ്റ്റ് വൺ ഈസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യണം. നിങ്ങൾ ആദ്യം ക്ലെൻസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ നന്നായിട്ട് കൈ വാഷ് ചെയ്യാം. ഓക്കെ, ഹാൻഡ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങൾ ക്ലെൻസർ കയ്യിലിട്ടിട്ട് അതിന് മുമ്പ് മുഖം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് അതിൽ നല്ല പോലെ ഒരു 2 minutes ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളയാം. എന്നിട്ട് നല്ല ഒരു ഫേസ് ടവൽ, ഡോണ്ട് എവർ യൂസ് ദിസ് ഹെഡ് ടവലും അല്ലെങ്കിൽ ബോഡി ടവലും ഫേസിൽ യൂസ് ചെയ്യരുത്. ഇറ്റ്സ് ദി വേഴ്സ്റ്റ് ഡിസിഷൻ ദാറ്റ് യു എവർ ടേക്ക്. ഓക്കെ, സോ എന്ത് ചെയ്യണം, നല്ലൊരു ഫേസ് ടവൽ എടുത്തിട്ട് ഫേസ് നന്നായി ഡാബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഉരയ്ക്കരുത്. ഓക്കെ, ദാറ്റ് ഈസ് ദ വെരി എന്താ പറയുക, ബാഡ് ഡെസിഷൻ അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ് എന്ന് പറയാം. ഉരച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിനകത്ത് എന്ത് ചെയ്യും, കുറച്ചും കൂടി ഡ്രൈ ആക്കും. ആൻഡ് അപ്പോൾ നന്നായിട്ട് ഫേസൊക്കെ ഡാബ് ചെയ്ത് കൊടുത്താൽ ഫേസ് ടവൽ അവിടെ മാറ്റിയേക്കാം. നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, ഈ കൈ കൊണ്ട് മുടിയും തലയും ഒന്നും തൊടാൻ പോകരുത്. ഓക്കെ, നിങ്ങളടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറം അല്ലെങ്കിൽ എസെൻസ്, ഇത് രണ്ടിലും ഒന്ന് ചൂസ് ചെയ്യണം. രണ്ടിനും പോകണമെങ്കിൽ രണ്ടിനും പോവാം. ഓക്കെ, സിറം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസിൻ്റെ കൺസേൺ വെച്ചിട്ടാവണം. പിമ്പിളിന് വേണ്ടി യൂസ് ചെയ്യണവരുണ്ട്, ബ്രൈറ്റ്നസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ അൺഈവൻ സ്കിൻ ടോൺ മാറ്റാൻ യൂസ് ചെയ്യുന്നവരുണ്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അങ്ങനെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഓരോ ആസിഡ്സ് ചൂസ് ചെയ്യുക. സാലിസിലിക് ആസിഡ്, നയാസിനമൈഡ്, അതുപോലെ വിറ്റമിൻ സി, ഹൈലൂറോണിക് ആസിഡ്, അങ്ങനെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷൻ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്, ലൈക്ക് ഓരോ സീറംസും എന്തിനാണെന്നുള്ളത്. ഇത് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ എന്തിനാണെന്നുള്ള കൺസേൺ വെച്ചിട്ടാണ് നിങ്ങൾ ഇടേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്യുന്നത് നയാസിനമൈഡാണ്. എനിക്ക് എൻ്റെ ഒരു സ്കിന്നിൻ്റെ ടോണ് കറക്റ്റാക്കാനും അൺഈവൻ സ്കിൻ ടോൺ മാറ്റാനും ഒരു ഇച്ചിരി ഗ്ലോയും പിമ്പിൾസിനെ ട്രിഗർ ചെയ്യാണ്ടിരിക്കാനുമാണ് ഞാൻ നയാസിനമൈഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നയാസിനമൈഡ് ഞാൻ ഫസ്റ്റേ യൂസ് ചെയ്തത് 10% ആണ്. 10% നിങ്ങൾ ആദ്യം പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ട്രിഗർ യുവർ സ്കിൻ. പക്ക. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ 5% അല്ലെങ്കിൽ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഹയർ കോൺസെൻട്രേഷൻ യൂസ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഐ റിയലൈസ്ഡ് എന്താ, നിങ്ങൾ ഒരിക്കലും ഞാൻ എന്താ ഇടക്കിടക്ക് അങ്ങോട്ട് നോക്കണമെന്നറിയോ, ഒരു മിനിറ്റ്. ആക്ച്വലി ഞാൻ സ്കൂളിൽ വന്നിട്ടാണുള്ളത് ഇന്ന്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല.
ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുഡ് സ്റ്റെപ്പിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ നിർത്തുന്നതാണ്. ഡോണ്ട് ഫീൽ ബാഡ്. യാ, സോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, യാ, നിങ്ങൾ ഓൾറെഡി സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഹയർ കോൺസെൻട്രേഷൻ ചൂസ് ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യേണ്ടത് ലോവർ കോൺസെൻട്രേഷൻ ആണ്. അത് നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ അഡാപ്റ്റ് ആക്കിയിട്ട് മാത്രമേ ഹയർ കോൺസെൻട്രേഷനിലോട്ട് പോകാൻ പാടുള്ളൂ. ദെൻ സോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത സിറം ഏതാണെന്ന് പറയാം. ഓർഡിനറീൻ്റെ നയാസിനമൈഡ്. ഇനി ഞാൻ അൺഈവൻ സ്കിൻ ടോണിന് ഞാൻ യൂസ് ചെയ്ത മിനിമാലിസ്റ്റിൻ്റെ സിറമാണ്. HDHA ആൽഫ ആർബ്യൂട്ടിനാണ് ഞാൻ യൂസ് ചെയ്തത്. ഇറ്റ്സ് എ ബെസ്റ്റ് വൺ. ആൻഡ് ഹൈലൂറോണിക് ആസിഡ് ലോറിയൽ പാരിസിൻ്റെ ഇതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദ ബെസ്റ്റ് സിറം ദാറ്റ് ഐ ഹവ് യൂസ്ഡ്. ഇനി പറ്റുന്ന ഓപ്ഷൻസൊക്കെ ഞാൻ ഇവിടെ ഒക്കെ കൊടുക്കാം. ഗോ ഫോർ ഇറ്റ്. സിറം ഓപ്ഷൻസ് കഴിഞ്ഞു, അത് നിങ്ങളുടെ കൺസേൺ ആണ്. നെക്സ്റ്റ് എസെൻസ്. സോ ആക്ച്വലി സിറത്തിന് മുമ്പാണ് എസെൻസ്. ഫോർ വാട്ട് പർപ്പസ് എന്തിനാണ് നിങ്ങൾ എസെൻസ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. എസെൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിനെ കുറച്ചും കൂടി മോയ്സ്ചറാക്കി വെക്കാൻ, മോയ്സ്ചർ കണ്ടൻറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എസെൻസ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്നെയിൽ മ്യൂസിയം പോലുള്ള എസെൻസൊക്കെ ഒരു ഗ്ലോ പർപ്പസും കൂടിയുണ്ട് കേട്ടോ. സോ എസെൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഞാൻ എസെൻസ് യൂസ് ചെയ്യാറില്ല. കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ എന്തിനാ ചുമ്മാ ട്രിഗർ ചെയ്യുന്ന സ്കിന്ന്, സോ അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് തിങ് പറയുവാണെങ്കിൽ സിറം കഴിഞ്ഞു, ക്ലെൻസർ, എസെൻസ്, സിറം കഴിഞ്ഞു. മോയ്സ്ചറൈസർ നിങ്ങൾ ഒരിക്കലും സ്കിൻ കൺസേൺ നോക്കാതെ വാങ്ങരുത്. ഞാൻ പെട്ടുപോയിട്ടുണ്ട് കുറേ മോയ്സ്ചറൈസർ മേടിച്ചിട്ട്. ഞാൻ എൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ പറയാം, ഡോക്ടർ ഷെത്തിൻ്റെ വിറ്റമിൻ സി സെറമൈഡ് മോയ്സ്ചറൈസർ ഈസ് ബെസ്റ്റ് ഫോർ എവർ. ആൻഡ് ദിസ് വൺ ഈ മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസ്യൂട്ടിക്കലി അവൈലബിൾ ആണെങ്കിൽ എമലിൻ ആക്ച്വലി കൊമോഡോജീനിക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഐ യൂസ്ഡ് വൺ ട്യൂബ്. ആഫ്റ്റർ ദാറ്റ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും യൂസ് ചെയ്തത്. അതുകൊണ്ട് ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. ആൻഡ് ഇറ്റ്സ് ബെറ്റർ ഫോർ കോമ്പിനേഷൻ സ്കിൻ. ഗോ ഫോർ ഇറ്റ് ഗൈസ്. സോ ഡോക്ടർ ഷെത്ത് ആൻഡ് എമലിൻ. ആൻഡ് ദ നെക്സ്റ്റ് ഗുഡ് ഓപ്ഷൻ വിൽ ബി, നിങ്ങൾ ചിരിക്കരുത്. നമ്മുടെ ഇതില്ലേ, എനിക്ക് പേര് കിട്ടുന്നില്ല, ബ്ലാങ്കായി അല്ലേ. ഒരു മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ആലോചിച്ചു. ആൻഡ് ഐ ഗോട്ട് ഇറ്റ്. പോൺസ് ആക്ച്വലി നല്ല ഓപ്ഷനൊന്നും അല്ല. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, ഞാൻ കുറേ ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കിയാൽ അറിയാം. പക്ഷേ വേറൊന്നും സ്യൂട്ടാവാത്ത സ്കിന്നിന് എന്ത് ചെയ്യും? അത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നിങ്ങളൊരു ഒറ്റ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിനെ അഡാപ്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഗോ ഫോർ ഇറ്റ് എമലിൻ ഓർ ഡോക്ടർ ഷെത്ത്. സെറവി ഈസ് ബെറ്റർ ഓപ്ഷൻ. സെറവേൻ്റെ ഒരു കുഞ്ഞു ട്യൂബ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളോട് പറയാം. കാരണം ഓൾറെഡി എൻ്റെ ഫ്രണ്ടിൻ്റെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതായിരുന്നു. ആൻഡ് അനദർ വൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ കോമ്പിനേഷൻ സ്കിൻ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാനുള്ള റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് മോയ്സ്ചറൈസർ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? സൺസ്ക്രീൻ. മോർണിംഗ് ആണെങ്കിൽ സൺസ്ക്രീൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ, കുറേ പേര് പറയും വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, സൺലൈറ്റിൻ്റെ എക്സ്പോഷർ ഡയറക്റ്റ് ഇല്ലെങ്കിൽ നോ നീഡ്. അല്ല നിങ്ങൾ കുക്കിംഗ് ചെയ്യുന്നുണ്ട്, ഹോട്ട് കണ്ടീഷനാണ്, സൺലൈറ്റിന് എക്സ്പോഷറൊക്കെ ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. എൻ്റെ ബെറ്റർ ഓപ്ഷൻ ഫോർ ദ സൺസ്ക്രീൻ ഈസ് പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ നയാസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം ഞാനത് യൂസ് ചെയ്യുന്നു. കാരണം ഞാൻ എന്ത് യൂസ് ചെയ്താലും ഞാൻ ഓക്സിഡൈസ് ആവും, കറക്കും. ഞാൻ അതിൻ്റെ വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ബെസ്റ്റ് സൺസ്ക്രീൻസിൻ്റെ. ഞാൻ ആക്ച്വലി ഈ കൊറിയൻ ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ അലോ സൂതിങ് സൺസ്ക്രീൻ ഉണ്ട് കോസ്ട്രക്സിൻ്റെ. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അതുവരെ മേടിച്ച് യൂസ് ചെയ്തിട്ടും എൻ്റെ ഓക്സിഡൈസിങ് മാറുന്നില്ല. പ്ലമ്മാണ് എന്നെ മാറ്റിയത്. ആൻഡ് പ്ലമ്മ് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, ഇടും നല്ല പ്രൊട്ടക്ഷൻ. ലൈറ്റ് വെയിറ്റ് ആണ് ആൻഡ് പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ. സോ ദിസ് ഇസ് എ മോർണിംഗ് റുട്ടീൻ. ആൻഡ് നൈറ്റിനെ പറയുകയാണെങ്കിലും നൈറ്റിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. സോ ഇനി ഇത് കൂടാതെ നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് വീക്ക്ലി റുട്ടീൻ. ദിസ് ഇസ് ഡെയിലി റുട്ടീൻ. ഇനി വീക്ക്ലി എന്ത് ചെയ്യാം? വീക്ക്ലി ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറയാം, ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഹോളിഡേ ആണെങ്കിൽ, ഇനി സാറ്റർഡേ പോട്ടെ, സൺഡേ ഹോളിഡേ ആണെങ്കിൽ എവറി സൺഡേ നിങ്ങൾ ആ ഒരു ഡേറ്റ് ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ ആക്ച്വലി നമ്രത വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് അങ്ങോട്ട് നോക്കുന്നത്. ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ, കം ഹിയർ, ഐ വിൽ ഷോ ഹെർ. ഓക്കെ മമ്മൂ.
സോ നിങ്ങൾക്ക് ഫേസ് സ്ക്രബ് ചെയ്യാൻ പറ്റും. സ്ക്രബ്ബർ ആക്ച്വലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡെയിലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്, കുറേ പൊല്യൂഷൻസ് കാര്യങ്ങളുണ്ട്, ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ഡെഡ് സ്കിന്നിന് എന്താ പറയുക ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെഡ് സ്കിന്നൊക്കെ ഇളകി കുറച്ചൊന്ന് സ്കിന്ന് ഡൾനെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്ക്രബ്ബർ. സ്ക്രബ്ബറിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഗുഡ് വൈബ്സിൻ്റെ വിറ്റമിൻ സി സ്ക്രബ്ബർ ഇസ് ഗുഡ് ഫോർ ഗൈസ്. ആൻഡ് അനദർ ഓപ്ഷൻ വിൽ ബി എം കഫേൻ്റെ ഒരു ബെറി സ്ക്രബ്ബറുണ്ട്. ഇറ്റ് ഓൾസോ വെരി ഗുഡ്. ആൻഡ് അടുത്തത് പറയുകയാണെങ്കിൽ സ്ക്രബ്ബർ കഴിഞ്ഞു. അടുത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫേസ് മാസ്ക്. സെയിം ഡേ നിങ്ങൾ വീക്ക്ലി 1 day ലോക്ക് ചെയ്യുക, എന്നിട്ട് ഫേസ് മാസ്ക് ഇടുക. ഫോക്സ്ടെയിലിൻ്റെ റേഡിയൻ്റ് ഫേസ് മാസ്ക് ഉണ്ട്. ദ ബെസ്റ്റ് ഫേസ് മാസ്ക് ദാറ്റ് ഐ എവർ യൂസ് ഈസ് ഡോക്ടർ ഷെത്തിൻ്റെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫേസ് പാക്ക് ഉണ്ട്. ഇറ്റ്സ് ഗുഡ് ഗൈസ്. ഗുഡ് മീൻസ് ഗുഡ്. ആൻഡ് കെമിക്കൽ എക്സ്ഫോളിയേറ്റും നിങ്ങൾക്ക് വീക്ക്ലി 2 ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഷെത്തിൻ്റെ ഒരു പീലർ ഉണ്ട്, ലിക്കറൈസ് ആണെന്ന് തോന്നുന്നു. ഐ വിൽ ടാഗ് ദ പ്രോഡക്റ്റ് സംവർ ഹിയർ ആൻഡ് ദർ. സോ ഇതാണ് അഡീഷണൽ ടിപ്പ്. വീക്ക്ലി വൺസ് സ്ക്രബ് ചെയ്യുക, ഫേസ് പാക്ക് ഇടുക, ആൻഡ് കെമിക്കൽ പീൽ ചെയ്യുക. ആഫ്റ്റർ ദിസ് മന്ത്ലി റുട്ടീനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേഷ്യൽ ചെയ്യാം. ബട്ട് ഐ ഡോണ്ട്, ഞാൻ ചെയ്യാറില്ല. ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കെയർ റുട്ടീൻ, സ്കിൻ കെയർ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് ഗ്രീസ് ബൈ. ലെറ്റ്സ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടാ.